ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അരിപ്പായസമാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിപ്പായസമാണ്. ഇത് പപ്പേൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് പപ്പേൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പായസം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. ഒരു 2.5 കപ്പോളം പച്ച കുത്തരിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് 1-ാം പാലാണ്. 1-ാം പാൽ 1 കപ്പും, 2-ാം പാൽ 2 കപ്പും, 3-ാം പാൽ 3 കപ്പും. ഇങ്ങനെയാണ് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കേണ്ടത്. മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ല ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ ചുക്കുപൊടി. വറുത്തിടാനായിട്ട് കുറച്ച് തേങ്ങ ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കപ്പലണ്ടിയും. നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരി 3-ാം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. അരി ഇപ്പം 3/4 വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. വലിയ പെട്ടെന്ന് മൂട്ടി പിടിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചേർക്കേണ്ടത് ചുക്കുപൊടിയാണ്. ഇനി നല്ല ജീരകപ്പൊടി, ഇനി ഏലക്കാപ്പൊടി. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ചൂടാകുമ്പോഴത്തേനും നമുക്കിത് ഇറക്കി വെക്കാം. മധുരം ബാലൻസ് ആകാൻ വേണ്ടി 1 ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് അടുപ്പത്തിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ. മധുരം കറക്റ്റാണ്. ഇപ്പോൾ അതിന് കളറില്ലാത്ത എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് വെള്ളബെല്ലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കളറില്ലാത്തത്. നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും കപ്പലണ്ടി മുന്തിരിങ്ങയും ഇട്ട് നമുക്കിത് അലങ്കരിക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി അരിപ്പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ബൗളിലേക്ക് ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഇതിന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പാകത്തിന് മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഏലക്കേൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയും കുത്തൊന്നുമില്ല. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.